ശോഭാ സുരേന്ദ്രൻ വെട്ടിലായി, പാർട്ടിയും തഴഞ്ഞു. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, അമ്പും വില്ലും. ഒടുവിൽ പവനാഴി ശവമായി. ശോഭയുടെ കഥകളി കണ്ടപ്പോൾ ഇ.പി. ജയരാജനെയും ദല്ലാൽ നന്ദകുമാറിനെയും തൂക്കിക്കൊല്ലുമെന്ന് വരെ വിചാരിച്ചു. പക്ഷേ എന്തു ചെയ്യാം, ഇപ്പോൾ തൂങ്ങുന്നത് ശോഭയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനുമെതിരെ ജയരാജൻ പരാതി നൽകി. ഈ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ തന്നെ സർക്കാർ നിയോഗിക്കും. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ജയരാജൻ പരാതി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് ജയരാജൻ്റെ ആവശ്യം. ശോഭാ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യും. ശോഭാ സുരേന്ദ്രനും സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും ജയരാജൻ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. മൂവരും അപവാദ പ്രചാരണം നടത്തിയെന്നായിരുന്നു ആരോപണം. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിൽ കൂടി മാപ്പ് പറയണമെന്നാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ ജയരാജൻ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസിലും പരാതി നൽകിയത്. ടി.പി. നന്ദകുമാറിനെതിരെ ശോഭയും ശോഭയ്ക്കെതിരെ നന്ദകുമാറും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് ജയരാജൻ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത്. ഇതിൻ്റെ ഭാഗമാണ് പോലീസിലും പരാതി കൊടുത്തിട്ടുള്ളത്. വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങളാണ് 3 പേരും ഉന്നയിച്ചതെന്നും ഇതിലൂടെ പാർട്ടിയെയും തന്നെയും മോശക്കാരായി ചിത്രീകരിക്കുന്നതിന് സാഹചര്യമുണ്ടായെന്നും ഇ.പി. പറയുന്നു. ശോഭാ സുരേന്ദ്രനാണ് ജാവദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാക്കിയത്. പിന്നാലെ തൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജനെ കണ്ടുവന്ന് ടി.ജി. നന്ദകുമാറും വെളിപ്പെടുത്തി. തൃശ്ശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ജയരാജനോട് പറഞ്ഞുവെന്നും പകരം ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് തുടങ്ങിയവ സെറ്റിൽ ചെയ്ത് തരാം എന്ന് ഉറപ്പ് കൊടുത്തുവെന്നുമായിരുന്നു നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു. ജാവദേക്കർ ജയരാജനെ കണ്ട കാര്യം ശോഭ പുറത്തുവിട്ടത് ശരിയായില്ലെന്നാണ് BJP കേന്ദ്ര നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ലെന്നും ഇനി മേലിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ശോഭയെന്നല്ല സംസ്ഥാനത്തെ ഒരു നേതാവിനെയും ഇടപെടുത്തല്ലെന്നുമാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം.